എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ആകെ തകർന്ന് തരിപ്പടമായി ശാരി വീട്ടിലേക്ക് വന്ന് കയറുവാണ്. ഈ സമയത്ത് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ച് സരയോടെ ഇരിക്കുകയാണ്. അപ്പൊ ശാരി വരുന്ന കണ്ടപ്പോഴത്തേനും പറഞ്ഞു, ഈ വീട്ടിൽ എനിക്കൊരു ജ്യൂസ് ഉണ്ടാക്കി തരാൻ പോലും ആരുമില്ല. എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഇപ്പൊ ഉണ്ടാക്കി കുടിക്കേണ്ട സ്ഥിതിയായിപ്പോയി. എന്ത് ചെയ്യാനാ? പെട്ടെന്നാണ് ശാരിയുടെ മുഖം ശ്രദ്ധിച്ചേ. അല്ല, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കണേ? അമ്മ എന്താ കരയോ മറ്റോ ചെയ്തോ? ഒന്നുമില്ല മോളെ. അമ്മ എന്ത് കാര്യമുണ്ടല്ലോ എന്നോട് തുറന്നു പറ. അമ്മ രൂപാന്റിയുടെ വീട്ടിൽ പോയില്ലേ? ചന്ദ്രസേനയും രൂപാന്റിയും തമ്മിൽ ഒന്നിച്ചോ അമ്മേ? അതാണ് അമ്മയ്ക്ക് സങ്കടം വന്നേ. അങ്ങനെയൊന്നുമില്ല മോളെ. നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങള്. അവർ രണ്ടുപേരും ഒന്നിച്ചിട്ടൊന്നുമില്ല. രൂപം അവന്റെ മുന്നിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക, സേനന്റെ മുന്നിൽ. അതേക്കുറിച്ച് ഓർത്ത് നമുക്കൊരു പേടിയും വേണ്ട. പിന്നെ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയ്ക്ക് എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അമ്മയുടെ ഉള്ളിൽ എന്ത് മനപ്രയാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറ. പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹാരം ഉണ്ടാക്കാം. ഒന്നുമില്ല മോളെ, അതൊന്നുമില്ല. അമ്മ എന്നാ പിന്നെ എന്താ അമ്മയുടെ മനസ്സിലുള്ള കാര്യം? ഇനിയിപ്പോ രൂപാന്റെ കാണും. രൂപാന്റെ എന്താ പറഞ്ഞേ? എന്തേലും പറഞ്ഞോ അമ്മയുടെ? അവളൊന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മോളെ. അമ്മ രൂപാന്റെ അയാളെ കൊല്ലുക, ചന്ദ്രസേനെ കൊല്ലുക അമ്മേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശാരി മനസ്സിൽ പറയാം, രൂപ ചന്ദ്രസേനെ അല്ല കൊല്ലുന്നേ, ഞാൻ നിന്റെ അച്ഛൻ രാഹുലിനെയാ കൊല്ലാൻ പോണത്. ഇതൊന്നും പറയാൻ ശാരി ഇങ്ങോട്ട് പോകുന്ന കണ്ടപ്പത്തിന് അമ്മയ്ക്ക് എന്ത് പറ്റി? എന്തേലും പറഞ്ഞിട്ട് പോമേന്ന് പറയാണ്. അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അമ്മയുടെ നിപ്പും വട്ടം ഭാവം കണ്ടിട്ട് അച്ഛനല്ല ഭ്രാന്ത്, അമ്മയ്ക്കാന്നാ എനിക്ക് തോന്നണേ. പെട്ടെന്ന് ശാരി പറഞ്ഞു, ശരിയാ, എനിക്ക് തന്നെയാ ഭ്രാന്ത്, നിന്റെ അച്ഛനല്ല. എനിക്കാ ഭ്രാന്തെന്ന് പറഞ്ഞിട്ട് ശാരി അങ്ങോട്ട് കയറിപ്പോവാ. ഇതെന്താ പറ്റി അമ്മയ്ക്ക്? 2-3 ദിവസമായി അമ്മയ്ക്ക് തുടങ്ങിയിട്ട്. പിന്നീട് ശാരി മുറിയിലേക്ക് എല്ലി ചെല്ലുമ്പോൾ രാഹുൽ ഇങ്ങനെ കട്ടിലിരിക്കുന്നുണ്ട്. പെട്ടെന്ന് രാഹുൽ ഫോൺ എടുത്തിട്ട് ആരെയോ വിളിക്കാൻ തുടങ്ങുവാണ്. ഈ സമയത്ത് ശാരി അങ്ങനെ നിൽക്കുകയാണ്. തന്നെ ചതിച്ചിട്ട് നല്ല കൂളായിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? നിന്നെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ലടാ, ഞാൻ കാണിച്ചിരുന്നുണ്ട് എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേഴ്സ് എടുത്ത് ഒറ്റ അടി അടിക്കുന്നുണ്ട് രാഹുലിന്റെ തല നോക്കിയിട്ട്. ആ അടി അടിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്താ ശാരി ചെയ്തതെന്ന് ചോദിച്ചോണ്ട് രാഹുൽ ഇങ്ങോട്ട് ചാടി എഴുന്നേക്കാൻ നോക്കുക. പക്ഷെ രാഹുലിന് എണീക്കാൻ പറ്റില്ല. തല പൊട്ടി ചോര ഒഴുകിക്കൊണ്ടിരിക്കുക. സൗണ്ട് കേട്ടിട്ട് സരിയു മുകളിലേക്ക് ഓടി കയറി വന്നു. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛനെ തല പൊട്ടിയിരിക്കുന്ന. അമ്മ ഫ്ലവർ വേസ് വെച്ച് അടിച്ചതാ. ഇതെന്ത് പരിപാടി അമ്മ കാണിച്ചേ? അമ്മ എന്താ കാണിച്ചെന്ന് ചോദിക്കുക. അല്ല മോളെ, അമ്മയ്ക്ക് ഇതെന്നെ പ്രാന്തായോന്ന് ചോദിക്കുക. മോളെ ഇവിടെ എന്നെ അടിച്ചാന്ന് പറയാണ്. അമ്മ ഇതെന്താ അമ്മേ? ഞാനിങ്ങോട്ട് കയറുന്നപ്പോ ഈ മനുഷ്യനുണ്ടല്ലോ, ഇങ്ങനെ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ നോക്കി മോളെ. അങ്ങനെ കൊല്ലാൻ നോക്കിയ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ അടിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ചെയ്താ. മോളെ ഇവിടെ കള്ളം പറയുന്ന, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അമ്മ വെറുതെ പറയരുത് കേട്ടോ. എനിക്ക് മനസ്സിലായ അച്ഛനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അമ്മ താഴേന്ന് കയറി വന്നപ്പോഴേ അമ്മയ്ക്ക് എന്തോ ഒരു മനസ്സിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അമ്മയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ച. അമ്മ എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ചോര വാരുന്ന കണ്ടില്ലേ? പക്ഷെ ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കുക. പെട്ടെന്ന് രാഹുലിന്റെ ബോധം അങ്ങോട്ടും മറിഞ്ഞു. അമ്മേ പിടിക്കമ്മേ, എനിക്ക് തന്നെ പിടിക്കാൻ പറ്റുന്നില്ല. അച്ഛന് ബോധം പോയി. അച്ഛൻ ഇവിടെ കിടന്ന് അച്ഛൻ എന്തെങ്കിലും സംഭവിക്കും. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നെന്ന് പറയാം. അവൻ ഇവിടെ കിടന്ന് ചോര വാർന്ന് മരിക്കണം, അതാണ് വേണ്ടത്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റൽ ട്രിപ്പൊക്കെ ഇട്ട് രാഹുൽ കിടക്കുകയാണ്. രാഹുലിന്റെ ബോധം വീണു. തലയിൽ വലിയ കെട്ടൊക്കെ ഉണ്ട്. രാഹുൽ ചോദിച്ചു, നീ എന്തിനാടി എന്റെ തലക്കടിച്ചെന്ന് ചോദിക്കുകയാണ്. ശാരി പറഞ്ഞു, എനിക്ക് തലക്കടിക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ തലക്കടിച്ചു. സാരി പറഞ്ഞു, ഇത് എന്താ അമ്മയ്ക്ക് ഒരു കാര്യം ചെയ്യാം. അപ്പുറം സൈക്കാട്രി കാണും, അമ്മ അവിടെ ഒന്ന് പോയി കാണിക്കും. ഇപ്പൊ അച്ഛനല്ല ഭ്രാന്ത്, അമ്മയ്ക്കാ ഭ്രാന്ത്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഷോക്ക് കൊടുക്കേണ്ട വരുമെന്ന് തോന്നേ. രാഹുൽ പറഞ്ഞു, എനിക്കും അത് തോന്നുന്നുണ്ട്. പെട്ടെന്ന് സാരി പറഞ്ഞു, ഈ അമ്മയ്ക്കും അച്ഛനും എന്നിങ്ങനെ ഓരോന്നിങ്ങനെ സംഭവിച്ചോണ്ടിരിക്കുക. കുടുംബത്തിലെ താളം തന്നെ തെറ്റി. എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് സരയു തന്നെ പറയാം, എല്ലാത്തിനും കാരണമുണ്ടല്ലോ, അപ്പുറത്തുള്ള അവറ്റകളാ, കിരണും കല്യാണി. അവറ്റകൾ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കുന്നേ. പെട്ടെന്ന് രാഹുൽ പറഞ്ഞു, അത് മാത്രമല്ല, അതിനേക്കാളും വലിയൊരു കാരണം വീട്ടിലുണ്ട്. അവൻ കാരണം എന്ന് പറയണ. ഈ സമയം പെട്ടെന്ന് ശാരി പറഞ്ഞു, നിങ്ങൾ എന്ത് വെള്ളം പറഞ്ഞു, പക്ഷെ എന്റെ മരുമോനെ കുറിച്ച് പറയരുത്. അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിയും കൂടെ തലയും കൂടെ തല്ലി പൊളിക്കൂന്ന് പറയണ. ഈ സമയം സരയു പറഞ്ഞു, അച്ഛാ വേറെ എന്ത് വേണല്ലോ അച്ഛൻ പറഞ്ഞു, പക്ഷെ എന്റെ മനുവേട്ടനെ കുറിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ പറയരുത്. ഇത് കേട്ട് ഞാൻ മടുത്തു. ഇനി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പൊ അമ്മയായിരിക്കില്ല ചെയ്യുന്നത്, മിക്കവാറും ഞാനായിരിക്കും അച്ഛൻ്റെ തല തല്ലി പൊളിക്കുന്നത് എന്നും പറഞ്ഞിട്ട് സരയു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം രാഹുൽ ചോദിച്ചു, നീ എന്തിനാടി എന്റെ തല തല്ലി പൊളിച്ചതെന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ തലയല്ല തല്ലി പൊളിക്കണ്ടേ, നിങ്ങളെ കൊല്ലുക ചെയ്യണ്ടേ. ഞാനായിട്ട് ഇത്ര ചെയ്തിട്ടുള്ളൂ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലേ? നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ തെറ്റ് ചെയ്യുന്നോ? നിന്നെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കുകയല്ലേ ചെയ്തേ? സംരക്ഷിച്ചു. അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഇനി
കൂടുതൽ കളിച്ച നിങ്ങളെ ശരിയാക്കും ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചാരി ഇറങ്ങി പോവാണ്. ഇവൾക്ക് ഇത് എന്തു പറ്റിയത്? എന്തോ കാര്യമായിട്ട് ധാരാളം സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് സരുവിന്റെ അടുത്തേക്ക് ഭാനുമതി അമ്മ വരുവാണ്. ഭാനുമതി വന്നിട്ട് പറഞ്ഞു, അല്ല മോളെ, അതെ പ്രകാശിനെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തു. 5000 രൂപ മാസം വാടക കൊടുക്കണം. നാളെ മുതൽ ഞാൻ ഇവിടെ പണിയാൻ വന്നോട്ടെ എന്ന് ചോദിക്കുക. അതിനിപ്പോ എന്താ, നേരത്തെ വന്നോളാൻ പറഞ്ഞല്ലേ. എന്നാ ശരി, നാളെ തൊട്ട് വരാട്ടോ. അല്ല പ്രകാശൻ ഇപ്പൊ എങ്ങനെയുണ്ട്? പ്രകാശനോ? ഇവളുടെ അച്ഛനേക്കാളും പ്രായമുണ്ട്, എന്നിട്ട് വിളിക്കുന്ന പേര് കേട്ടില്ലേ പ്രകാശൻ എന്ന്. അഹങ്കാരം, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളുടെ ഇവിടെ വന്ന് ജോലി ചെയ്യാൻ വന്നാൽ എന്തേലും പറഞ്ഞ് എതിർത്തിട്ടുണ്ടെങ്കിൽ ഇനി ഉള്ള ജോലിയും കൂടെ പോവും. മോളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പ്രകാശനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാം. ഞാൻ പോയെന്ന് ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ, നമുക്ക് ഒരുമിച്ച് പോകാന്ന് പറയണം. മോൾക്കറിയാലോ, ഇനി ഇവിടെ വന്ന് ജോലി ചെയ്താൽ മാത്രമേ എന്തേലും പണം കിട്ടുള്ളൂ. അതുകൊണ്ട് വേണം പ്രകാശിന്റെ എൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനായിട്ട്. അപ്പുറത്തേങ്ങൾ അടുത്ത് ചെന്നിട്ട് എനിക്ക് ജോലി പോലും തന്നില്ല. ഞാൻ ആ ക്യാൻറ്റീനിൽ ജോലി എങ്ങനെ തരുമോന്ന് ചോദിച്ചാ, പക്ഷെ തന്നില്ല. അവറ്റകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ ആ കല്യാണിന്നും ദീപയെന്നും പറയുന്നവരുണ്ടല്ലോ, ഒന്നും വെച്ചുണ്ടാക്കാനൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ അവറ്റകളെയൊക്കെ പഠിപ്പിച്ചത്. ഈ കല്യാണി എന്ന് പറയുന്നവളൊക്കെ കൈപ്പുണ്യം ഉണ്ടെന്ന് പറയുന്നില്ലേ, അത് ഞാൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച കാര്യങ്ങളാ. അത്ര നന്നായിട്ട് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും മോളെ. പിന്നെ ഒരു കാര്യമുണ്ട്, ആ കല്യാണിയാണേ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ചത്. ആണോ? അവരെ കൊണ്ട് എന്തിനാ അടപ്പിച്ചേ? അല്ല അത് പിന്നെ ആ സമയത്ത് വേറെ നിവൃത്തിയില്ലായിരുന്നു. എന്നോടൊരു വാക്ക് ചോദിച്ചപ്പോൾ ഞാൻ തരത്തില്ലായിരുന്നോ? അയ്യോ മോളെ, മോളെ ബുദ്ധിമുട്ടി ശരിയല്ലോ എന്ന് ഓർത്തോണ്ട ഈ സമയത്ത് സറിയു മനസ്സിൽ പറയാം. അല്ലേലും ഇപ്പൊ ഞാൻ തരാൻ പോന്നു. ഇങ്ങനെ പറച്ചിലൊക്കെ നമ്മൾ പറയും, പക്ഷെ 5ന്റെ പൈസ തരത്തില്ലോ, അത് വേറൊരു കാര്യം. പിന്നീട് ഭാനുമതിയമ്മ പറഞ്ഞു, കൊള്ളില്ലാത്ത കൂട്ടങ്ങളാ മോളെ. ഒരു നന്ദിയും ദയയില്ല. എൻ്റെ കൊച്ചുമോനെ അകത്താക്കിയതാണ് അവള്. അവളോട് ഞാൻ ക്ഷമിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ പണം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ വേണ്ടാന്ന് പറയാൻ പറ്റില്ലോ. പ്രകാശിന്റെ ജീവനും നമ്മൾ നോക്കണ്ടേ, അതുകൊണ്ട് അങ്ങനെ ചെയ്തേന്ന് പറയാണ്. ശരി, ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോവാണ് സരിയു. പിന്നീട് കാണിക്കുന്നത് പ്രകാശിന്റെ അടുത്തേക്ക് ഭാനുമതിയമ്മ വരുവാണ്. ഭാനുമതിയമ്മ വന്നിട്ട് പറഞ്ഞു, പ്രകാശ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. ആര്? അതെ, നോക്ക് ആരാ വന്നിരിക്കുന്നത് നോക്ക്. ഈ സമയം സരിയു അങ്ങോട്ട് കടന്നു വരുവാണ്. സരുവിനെ കണ്ട പ്രകാശ്, ആ സരിയു മോളാണോ? എന്താ മോളെ? അല്ല, ഞാൻ പ്രകാശിനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ. കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. എല്ലാത്തിനും കാരണം അപ്പുറത്തോടുണ്ടല്ലോ ആ കല്യാണി. അവള് കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അവളെ വെറുതെ വിട്ടുകൂടാന്ന് പറയാൻ. പെട്ടെന്ന് ഭാനുമതിയും പറഞ്ഞു, അല്ല മോളെന്താ ഇങ്ങനെയൊക്കെ പറയണേ? എന്താ പറയണെന്നോ? അവളെ ജീവിതം നശിപ്പിച്ച പ്രകാശനെ മാത്രല്ലേ എന്റെ ജീവിതം കൂടെ നശിപ്പിച്ചേ. എന്റെ അച്ഛന്റെ അവസ്ഥ അറിയാലോ. അതിനെല്ലാം കാരണക്കാരനും കാരണക്കാരിയും കിരണും കല്യാണിയുവാ. അവറ്റകളെ നശിപ്പിക്കണം. ഇനി എന്റെ ലക്ഷ്യം അതായിരിക്കും. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, അത് തന്നെ എന്റെ ലക്ഷ്യം. ഒരു കാരണവശാലും വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റോട്ടെ, ഇച്ചിരി ആരോഗ്യം വീണ്ടും കിട്ടിക്കോട്ടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല പ്രകാശനൊന്ന് ചിന്തിച്ചു നോക്കിയേ, പ്രകാശന്റെ മോനെ അകത്താക്കിയത് അവൾ ഒറ്റയെടുത്തി കാരണമല്ലേ. അത് മാത്രമല്ല, ആ ശരണ്യനെ വെച്ചിട്ട് നശിപ്പിക്കുകയല്ലേ ചെയ്ത ജീവിതം. അതും പോരാഞ്ഞിട്ട് അവൾ എന്തൊക്കെ പരിപാടിയാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ പ്രകാശിന്റെ ഈ അവസ്ഥയ്ക്ക് ശരിക്കും പറഞ്ഞ കാരണക്കാരി അവള് തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവളെ വെറുതെ വിടലെന്ന് പറഞ്ഞേ. എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരും. ഒരു കാരണവശാലും അവൾ ഇനി സന്തോഷമായിട്ട് ജീവിക്കരുത്. എനിക്ക് അതാ വേണ്ടത്. പ്രകാശം പറഞ്ഞു, മോള് ധൈര്യമായിട്ട് പൊക്കോ. പിന്നെ പറഞ്ഞ അച്ഛന്റെ അവസ്ഥകളൊക്കെ അറിയാലോ. അച്ഛനെ പഴയ പോലെ അല്ല. അച്ഛനെ കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതാ ഞാൻ പ്രകാശിന്റെ അടുത്തേക്ക് വന്നേ, പ്രകാശന്റെ സഹായം അഭ്യർത്ഥിക്കുന്നേ. നമ്മുടെ രണ്ടുപേരുടെയും പൊതുശത്രു കിരണും കല്യാണിയും. അപ്പൊ അവരെ ഇല്ലാതാക്കേണ്ട കടമ നമുക്കുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങളൊക്കെ നടത്തണം. ഇനിയിപ്പൊ പ്രകാശന്റെ മോൻ ജയിലിൽ നിന്ന് വരുന്ന ഇറങ്ങൂല 14 ദിവസം കഴിയുമ്പം. പെട്ടെന്ന് ഭാനുമതിയും പറഞ്ഞു, 14 ദിവസം കഴിയുമ്പോൾ ഇറങ്ങുമെന്ന് അറിയത്തില്ല. ഇനി അവനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയത്തില്ല. ഈ സമയം സരി പറഞ്ഞു, അതെന്താണെങ്കിലും ആട്ടെ, അവൻ ഇറങ്ങുന്ന സമയത്ത് അവന് പ്രതികാര ബുദ്ധിയോടെയായിരിക്കും ഇറങ്ങുന്നത്. അവന്റെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കണം. എന്താണെങ്കിലും ജയിലിൽ പോയി. ഇനി അവനെ കൊണ്ട് തന്നെ വേണം ആ ക്രൂരത ചെയ്യിക്കാനായിട്ട്. മകൻ വരുമ്പോ ആ കാര്യങ്ങളൊക്കെ മകനെ ഒന്ന് ഉപദേശിച്ചു കൊടുക്ക്. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞും കൂടെ കൊടുക്ക്. പണമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എത്ര രൂപ വേണം ഞാൻ ചെലവാക്കും. പക്ഷെ എനിക്ക് കണ്ടത് ആ കല്യാണിയുടെയും കിരണിന്റെയും കരച്ചിലാണ് കേൾക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് അപ്പൊ എന്റെ കൂടെ നിൽക്കില്ലേ പ്രകാശാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പ്രകാശം പറഞ്ഞു, ഉറപ്പായിട്ട് നിൽക്കും. എന്തിനു വേദന ഈ പ്രകാശം കൂടെ കാണും. മോള് ധൈര്യമായിട്ട് പൊക്കോളാൻ പറയണം. അങ്ങനെ സരി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോരുന്ന വഴിക്ക് മനോഹറിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇതെന്തേ മനുവേണ്ണ ഇത്ര വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇത് എവിടെ പോയി കിടക്കുക? എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണും കിട്ടത്തില്ല. എവിടെയെങ്കിലും പോയി കിടക്കൂന്ന് ഓർത്ത് സരിയെ വീട്ടിലേക്ക് പോരുകയാണ്. ഈ സമയത്ത് മനോഹർ നിഷയുടെ അടുത്തായിരുന്നു, മേഘനയുടെ വീട്ടില്. ആണപ്പൊ നിഷേനെയാണല്ലോ ഇനി പുതിയതായിട്ട് അവൻ കണ്ടെത്തിയിരിക്കുന്നത്. പുതിയ ബിസിനസ്സിൽ അടുത്ത നിഷയാണ് അവന്റെ ടാർജറ്റ്.
അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്ന് ചായയൊക്കെ കൊണ്ട് കൊടുത്ത് നിഷയുടെ അച്ഛനും അമ്മയുണ്ട്. പിന്നീട് ബിസിനസ്സെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇല്ലാത്ത ബിസിനസ്സെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണേ. മനോഹറിന് പിന്നെ നാക്കിന് പിന്നെ എല്ലില്ലോ, എന്ത് വേണം പറയും. ആൾക്കാരെ വളച്ച് ആൾക്കാരുടെ മനസ്സ് കവരാനായിട്ട് അവരുടെ മനസ്സിലേക്ക് എന്ത് കാര്യം വേണം പറഞ്ഞു പിടിപ്പിക്കാണ്ട് പ്രത്യേക ഒരു കഴിവ് തന്നെയുണ്ട് മനോഹറിന്. അപ്പൊ മനോഹർ തന്റെ വീരവാദ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കേട്ടോ മക്കളെ, എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം. ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട് എൻഗേജ്മെന്റ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ. അവർ എത്രയും പെട്ടെന്ന് വരാന്നാ പറഞ്ഞേ. ശരി മോനെ, ഞങ്ങൾക്ക് സമ്മതക്കുറവൊന്നും ഇല്ലെന്ന് നിഷയുടെ അച്ഛൻ പറയാണ്. പിന്നെ ബിസിനസിന്റെ കാര്യം ഇന്ത്യയിൽ എനിക്ക് അത്ര വലിയ ഇതില്ല, പക്ഷെ പുറം രാജ്യങ്ങളിലാ. എന്തായാലും കുഴപ്പമില്ല, ഉടനെ തന്നെ ഡൽഹിയിൽ ഒരു ബിസിനസ് ഞാൻ തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സമയത്താണ് നിഷ അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പൊ നിഷയുടെ അമ്മനെ അവളെ പിടിച്ച് അടുത്തിരുത്തുവാണ്. അണ്ട് അങ്കിളിന് അറിയാലോ, ഇപ്പൊ എല്ലാം കൂടെ എന്നെ കൊണ്ട് തന്നെ നോക്കി നടത്താൻ പറ്റുന്നില്ല. ഇപ്പൊ നിഷേനെ അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ടല്ലോ, അവളെ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിക്കുവാണെങ്കിൽ എനിക്കും ഒരു സമാധാനം ഉണ്ടല്ലോ. പിന്നെ അച്ഛനും അമ്മയുടെ ഞാനും കൂടെ കൊണ്ടുപോക്കോളാം. നിങ്ങൾക്ക് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യാലോ. പെട്ടെന്ന് നിഷയുടെ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് ഇങ്ങാതിരി കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതൊന്നും കുഴപ്പമില്ലെന്നേ, ഇങ്ങനെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നേ. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട. പിന്നെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിഷേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചേച്ചി ഒളിച്ചോടി പോയ കാര്യങ്ങളൊക്കെ. എന്ത് ചെയ്യാനാ, ഇപ്പോഴത്തെ കാലമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവർ ഇത്രയും വളർത്തി വലുതാക്കി അച്ഛൻ്റെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് നിഷയുടെ അച്ഛൻ്റെ മുഖം അങ്ങോട്ട് മാറി. നിഷയുടെ അമ്മ പറഞ്ഞു, അവള് പോയതോ, അവള് ഞങ്ങളുടെ എല്ലാം മുഖത്ത് കരിവാരി തേച്ചിട്ട് പോയത്. എന്നിട്ട് അവൾക്കൊരു നല്ല ജീവിതം കിട്ടിയോ? ഒരു ഗുണ്ടേനെ വിവാഹം കഴിച്ചാൻ തോന്നേ. കുറെ ഗുണ്ടകൾ ചേർന്നിട്ടാ അവളുടെ ഭർത്താവിനെയും വെട്ടിക്കൊന്നത്. അവൾക്ക് അത് തന്നെ വേണം. ഞങ്ങളോട് ഈ ചതി ചെയ്തതല്ലേ. നിഷയുടെ അച്ഛന് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരത്തി ഇതൊക്കെ പറയുന്ന കേട്ടപ്പോ. പക്ഷെ പുള്ളിക്കാരനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. പെട്ടെന്ന് മനോഹർ, ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട കേട്ടോ, അതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പെട്ടെന്ന് നിഷയുടെ അമ്മ പറഞ്ഞു, ഇപ്പൊ അവളുടെ വയറ്റിലുണ്ടെന്നാ കേട്ടത്, വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാ കേട്ടത്. അതൊക്കെ എന്തേലും ആട്ടെ, എനിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു കുഴപ്പമില്ല, എനിക്കതൊരു പ്രശ്നമല്ല കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ നിഷയുടെ അച്ഛനും അമ്മയ്ക്കെല്ലാം ഭയങ്കര സന്തോഷമായി. നിഷയുടെ അമ്മ പെട്ടെന്ന് നിഷയോട് പറയാം, നോക്ക്, ഇത്ര നല്ലൊരു വരുമാനം കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം. നിനക്ക് ഇത്ര നല്ലൊരു ഭർത്താവിന് ഇനി മഷി ഇട്ട് നോക്കിയാൽ കിട്ടത്തില്ലെന്ന് പറയാണ്. ഈ സമയത്ത് മനോഹർ ചായയെ കുടിച്ചോണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അധികം വൈകാതെ തന്നെ ഇവളെ കെട്ടിത്താൻ സ്വന്തമാക്കും, ഇവിടുത്തെ പണം മൊത്തം അടിച്ചു മാറ്റും. ആ ഒരു ചിന്തയായിരുന്നു മനോഹറിന്റെ ഉള്ളിൽ അപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.